നമസ്കാരം. ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം. നിലവിൽ പാലക്കാട് ജില്ലയിലെ 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് രോഗഭീതി വർദ്ധിച്ചിരിക്കുകയാണ്. പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശിക്കും നെന്മാറ സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. നെഗ്ലേറിയ ഫൗലേറി, സാപ്പിനിയ തുടങ്ങിയ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത്. മസ്തിഷ്കത്തെയും അതിന്റെ മറ്റു പാളികളെയും ബാധിക്കുന്ന രോഗമായതിനാൽ ഇതിനെ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നും അറിയപ്പെടുന്നു. കുളങ്ങൾ, മലിനമായ തടാകങ്ങൾ, ശുദ്ധീകരിക്കാത്ത വെള്ളം തുടങ്ങിയവയിലാണ് ഈ രോഗാണുക്കൾ പൊതുവെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് രോഗത്തിന്റെ ഉത്ഭവം. കൂടാതെ ഈ രോഗത്തിന്റെ മരണനിരക്ക് 97% അധികമാണ്. രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. രോഗബാധ ഉണ്ടായാൽ 1 മുതൽ 9 ദിവസത്തിലധികം രോഗലക്ഷണങ്ങൾ പ്രകടമാക്കും. കടുത്ത തലവേദന, പനി, ഛർദി തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ ഉടൻ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കുക. ഇതുവഴി രോഗത്തിന്റെ തീവ്രതയെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താം. ഏത് രോഗത്തിനും പ്രതിരോധമാണ് പ്രധാനം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പ്രതിരോധത്തിനായി മലിനമായ വെള്ളത്തിൽ നീന്തുന്നത് ഒഴിവാക്കുക. മൂക്കിലേക്ക് വെള്ളം കയറുന്നത് കഴിവതും ഒഴിവാക്കുക. കൂടാതെ ശുദ്ധീകരിച്ച ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം മാത്രം ഉപയോഗിക്കുക. സംസ്ഥാനത്ത് ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 17 പേരാണ് മരിച്ചത്. കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലായി 15-ലധികം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച